കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണിയും മുന്നണി മര്യാദ ലംഘിച്ചെന്ന വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ പക്വതയോടെ വിമർശനങ്ങൾ ഉന്നയിക്കണം. തന്നെ നന്നാക്കാൻ വരുന്നതിന് മുമ്പ് അവനവൻ നന്നാവണമെന്നും മന്ത്രി എ.കെ. ശശീന്ദ്രൻ വിമർശിച്ചു. ഓരോ പാർട്ടിക്കും അവരുടേതായ വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും ഉണ്ടാകാം. അത് വളരെ പക്വതയോടെ ഉന്നയിക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. എന്നെ നന്നാക്കാൻ വേറെ ആൾ വരുന്നതിനേക്കാളും നല്ലത് അവനവൻ നന്നാക്കാൻ ശ്രമിക്കുകയാണ് നല്ലത്. അരുൺ പാറയ്ക്കൽ കാസർഗോഡും ചെയ്യുന്നു. അരുൺ പാറയ്ക്കൽ, ഈ അടുത്ത് വന്നതിൽ ഏറ്റവും ശക്തമായ വാക്കുകളാണ് എ.കെ. ശശീന്ദ്രൻ്റെത് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ പറയുന്നത് പോലെ മുന്നണി എന്ന് പറയുമ്പോൾ ഒരു കുടുംബമാണ്. ഒരു പ്രശ്നം വരുമ്പോൾ ഒരുമിച്ച് പരിഹാരം കണ്ടെത്തേണ്ടവരാണ്. ഈ ഘട്ടത്തിലാണ് പലപ്പോഴും ഈ വന്യമൃഗ പ്രശ്നം വരുമ്പോൾ വനം വകുപ്പിനെതിരെ തുറന്ന പറച്ചിലുമായി ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും ഒക്കെ പുറത്തു വരുന്നത്. അപ്പോൾ ഈ പ്രതികരണം നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം? ഒരു ഗത്യന്തരമില്ലാതെ അല്ലെങ്കിൽ സഹികെട്ട് നടത്തിയ ഒരു പ്രതികരണമാണോ? സുഹേലെ, ഗത്യന്തരമില്ലാതെയാണ് ഇപ്പോൾ NCP ഒരു തുറന്നു പറച്ചിലിന് തയ്യാറായിരിക്കുന്നത്. വന്യജീവി ആക്രമണങ്ങൾ ഉൾപ്പെടെ അത് മുൻനിർത്തിക്കൊണ്ട് കേരള കോൺഗ്രസ് എം NCPയെയും വനമന്ത്രിയെയും വേട്ടയാടുന്നു എന്നതാണ് ഇപ്പോൾ NCP ഉയർത്തുന്ന ആരോപണം. ഈ വന്യജീവി ആക്രമണം മറയാക്കിക്കൊണ്ട് കേരള കോൺഗ്രസ് മുന്നണി മാറ്റത്തിന് അടിത്തറയൊരുക്കുന്നു എന്നൊരു ആരോപണം കൂടി NCP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ വിഷയങ്ങൾ മുൻനിർത്തിയാണിപ്പോൾ A.K. ശശീന്ദ്രൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണിയും പക്വത പാലിക്കണം, രാഷ്ട്രീയ പക്വത പാലിക്കണമെന്ന ഒരു വിമർശനമാണ് പ്രധാനമായും A.K. ശശീന്ദ്രൻ ഉന്നയിക്കുന്നത്. മറ്റൊരു കാര്യം, LDFിലൊരു മുന്നണി മര്യാദയുണ്ട്. ആ മുന്നണി മര്യാദ പാലിക്കാൻ കേരള കോൺഗ്രസ് എം തയ്യാറാവുന്നില്ല. പറ്റാവുന്ന രീതിയിലൊക്കെ പറ്റാവുന്ന സ്ഥലത്തൊക്കെ NCPയെയും അതുപോലെ തന്നെ വനം മന്ത്രി A.K. ശശീന്ദ്രനെയും ഏകപക്ഷീയമായി വേട്ടയാടാൻ ഈ കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണിയും ശ്രമിക്കുന്നു എന്നൊരു പരാതി നേരത്തെ തന്നെ കേരള NCPക്കുണ്ടായിരുന്നു. അത് അടിവരയിടുകയാണിപ്പോൾ A.K. ശശീന്ദ്രൻ. A.K. ശശീന്ദ്രൻ പറയുന്നത് മുന്നണി മര്യാദ കേരള കോൺഗ്രസ് പാലിക്കുന്നുണ്ടോ എന്ന കാര്യം അത് ജോസ് കെ മാണി തന്നെയാണ് പരിശോധിക്കേണ്ടത്. അവരവരുടെ പാർട്ടിയും അവരവരുടെ കാര്യങ്ങളും നേരെയാക്കിയതിന് ശേഷം മാത്രം NCPയെയും A.K. ശശീന്ദ്രനെയും മര്യാദ പഠിപ്പിക്കാൻ വന്നാൽ മതി എന്ന ഒരു രൂക്ഷമായ പ്രതികരണമാണ് A.K. ശശീന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിയമസഭാ സമ്മേളനം ഉൾപ്പെടെ വിളിച്ചു ചേർക്കുന്നതിന് വേണ്ടി കേരള കോൺഗ്രസ് എം ജോസ് കെ മാണിയും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ ഒരു അതൃപ്തി NCPക്കുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് നിലവിൽ NCPയുടെ തീരുമാനം. മുഖ്യമന്ത്രിയുടെ ചികിത്സ കഴിഞ്ഞ് വിദേശത്ത് നിന്ന് വന്നതിന് ശേഷം മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുമെന്ന് A.K. ശശീന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്. NCPക്ക് വലിയ തോതിലുള്ളൊരു പരാതിയുണ്ട്. ആ പരാതി അറിയിക്കും. ഈ കേരള കോൺഗ്രസ് എം മുന്നണി മര്യാദ പാലിക്കുന്നില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സുഹൈൽ.